അസ്സലാമലൈക്കും. ഇതാണ് ഗുഡ് മോർണിംഗ് മാം. പിള്ളേരുടെ ഹാപ്പി അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതിപ്പോ റംസാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡേ ആണ് ഈ ഒരു മന്ത് അല്ലേ? ഇപ്പോ എല്ലാവരും വളരെ എനർജറ്റിക് ആയിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു മന്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ളതും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതും കൂടെ ഈ ഒരു മന്ത് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും അല്ലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഒത്തിരി ഹെൽപ്ഫുൾ ആണ് നമ്മുടെ മെഡിറ്റേഷൻ ആയാലും നമ്മുടെ ക്ലാസ്സുകളായാലും. അപ്പോൾ എല്ലാവരും ഡെയിലി മിസ്സാക്കാതെ തന്നെ സെഷനിലും മെഡിറ്റേഷനിലൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് അല്ലേ, ഇതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ മെഡിറ്റേഷൻസും അതുപോലെ പോസിറ്റീവായിട്ടുള്ള അവയർനെസ്സും നമുക്ക് പ്രധാനമാണ് അല്ലേ? ഓക്കെ. അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. കേൾക്കുന്നില്ല, കുറച്ച് സൗണ്ട് പറയാം. സൗണ്ട് കുറവാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? മാം ഒന്ന് നോക്കൂട്ടോ, മാമിന്റെ വോളിയം ഫോണിന്റെ വോളിയം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം. ഞാൻ നമുക്ക് 4 മണിക്ക് എന്തായിരുന്നു എണീച്ചിട്ട് ഇന്നത്തെ ഇന്നലെ ടോപ്പിക്? ഞാൻ ലേശം കിടക്കാൻ പോന്നു, ഉറങ്ങാൻ പോന്നു. ഇന്നലെ ഉറങ്ങിയിട്ടില്ല തീരെ. മ്യൂട്ട് ചെയ്യൂ കേട്ടോ. സാജിദ മാം ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ചേഞ്ച് യുവർ തോട്ട്സ്, ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യുക, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും അല്ലേ? നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെടും. അപ്പൊ നമ്മുടെ തോട്ട്സ് എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും യെസ് മാം, റെഡി. റെഡിയാണ്? ഓക്കെ. റെഡിയാണ്. ഓക്കെ. ഓക്കെ. നമ്മുടെ ലൈഫ് സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് സക്സസിലേക്ക് എത്തിക്കാനായിട്ട്, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ് നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു കഴിവ്. കാരണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ആ, ജീവിതത്തെ ഷെയ്പ്പ് ചെയ്യുന്നതിലേക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലൈഫ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കേൾക്കുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അല്ലേ? ചിന്തകൾക്ക് ഇത്രയും പ്രാധാന്യമുണ്ടോ? ചിന്തകൾ നമ്മുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നുണ്ടോ, മോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇന്നത്തെ സെഷൻ കംപ്ലീറ്റ് ആവുന്നതോടുകൂടെ നിങ്ങൾക്ക് ഈ ഡൗട്ട്സിനൊക്കെയുള്ള ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ. നമ്മളൊന്ന് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം, നമ്മുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മളൊരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ആ ചിന്തയ്ക്ക് നമ്മെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? നമ്മളൊരു പോസിറ്റീവായിട്ട് ചിന്ത, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ആരോഗ്യമുള്ളൊരു വ്യക്തിയാണ്, ഞാൻ നല്ല ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും അല്ലേ? അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, സന്തോഷം ഫീൽ ചെയ്യും അല്ലേ? അതോടൊപ്പം നമ്മളൊരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ചിന്തിക്കുകയാണ്, എൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഞാൻ ആഗ്രഹിച്ചിടത്തേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? എന്തെങ്കിലും മാറ്റം നമ്മുടെ ആ ഒരു ടൈമിൽ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ എനർജി ലെവൽ എന്തെങ്കിലും മാറ്റം വരാറുണ്ടോ? എന്താണ്? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഒന്നും ചെയ്യാൻ എനർജി തോന്നും. ഡൗൺ ആവും. ഉറക്കേക്കാലം ഡൗൺ ആയി ഇങ്ങനെ ഇരിക്കും. ആരോടൊന്നും സംസാരിക്കാൻ തോന്നൂല. അതെ അതെ. അപ്പൊ നമുക്ക് ആരോഗ്യം തോന്നി കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ നമുക്ക് മടി ഉണ്ടാവൂല. യെസ്. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഓരോ ദിവസവും നമ്മുടെ മൈൻഡിലൂടെ 60,000 മുതൽ 80,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ ചിന്തയും നമ്മളെ എന്താക്കുന്നുണ്ട്, നമ്മളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പോസിറ്റീവ് ചിന്തകൾ പോസിറ്റീവായിട്ടുള്ള രീതിയിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലും നമ്മെ ബാധിക്കുന്നുണ്ട്. ഓക്കെ.
അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു ചിന്തയെ നമ്മുടെ BP കൂട്ടാൻ, നമ്മുടെ ഒരു ചിന്തയായിരിക്കാം നമ്മുടെ BP കൂട്ടുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂട്ടുന്നു, അല്ലേ? ഒരു ചിന്ത കൊണ്ട് ഇതൊക്കെ സാധ്യമാണ്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശരിയല്ലേ ഞാൻ പറയുന്നത്? ഒരു ചിന്ത നമ്മളിപ്പോൾ BP കൂടി, നമ്മൾ ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ ഡോക്ടർ പറയാ? എന്താണ്, ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലേ? അതൊരു ചിന്തയാണ്, അല്ലേ? നമ്മുടെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പം, അല്ലെങ്കിൽ നമ്മൾ ആ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? കെമിക്കൽ റിയാക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ രക്തത്തിലെ രാസഘടനയെ തന്നെ നമ്മുടെ ചിന്തകൾക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ചിന്തയെക്കുറിച്ച് പഠിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ചിന്ത തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ എനർജി ലെവൽ, അല്ലെ? നമ്മളെല്ലാവരും എപ്പോഴും എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അല്ലെ? ഹൈ എനർജി നിൽക്കുക, ഒരു ഡേ നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോവുക, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുക, അല്ലെ? ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നമ്മുടെ ലൈഫിൽ സക്സസ് നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ എന്താണ്, നമ്മുടെ ചിന്തകളെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. നമ്മുടെ എനർജി ലെവല് തീരുമാനിക്കുന്നത്, നമ്മൾ ഹൈ എനർജി നിൽക്കണം തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ പോസിറ്റീവ് തോട്ട്സിന് മാത്രമേ നമ്മെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എനർജി ഹൈ ആക്കി നിർത്താനും, നമ്മൾ ആക്റ്റീവ് ആക്കി നിർത്താനും, നമ്മൾ എനർജറ്റിക് ആക്കിയിട്ടും പവർഫുൾ ആയിട്ട് നിർത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ഈ പോസിറ്റീവ് തോട്ട്സ് തന്നെയാണ്. കൂടുതൽ പറയുകയാണെങ്കിൽ ഓരോ ചിന്തയ്ക്കും കണക്റ്റഡ് ആയിട്ട് ഓരോ ഇമോഷൻ ഉണ്ട്. ഇമോഷൻ എന്ന് പറയുമ്പോൾ വികാരങ്ങൾ, മീൻസ് ഇപ്പോൾ സങ്കടം, സന്തോഷം, വെറുപ്പ്, നിരാശ, കുറ്റബോധം, ഇതൊക്കെ ഓരോ ഇമോഷൻസ് ആണ്. സന്തോഷം, സമാധാനം, അതൊക്കെ മറ്റുള്ള ഇപ്പം നെഗറ്റീവ് ഇമോഷൻസ്, പോസിറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് ഇമോഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് എന്ത്? സന്തോഷം, സമാധാനം, സ്നേഹം, ഇവയെല്ലാം പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ആണ്. എന്നാൽ നെഗറ്റീവ് ഇമോഷൻസ്, സങ്കടം, വെറുപ്പ്, വിദ്വേഷം, നിരാശ, കുറ്റബോധം, അപ്പം ഓരോ തോട്ടിനും എന്തുണ്ട്? ഇത്തരത്തിലുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സിന് നെഗറ്റീവ് ഇമോഷൻസ് കണക്റ്റഡ് ആണ്, പോസിറ്റീവ് തോട്ട്സിന് പോസിറ്റീവ് ഇമോഷൻസും കണക്റ്റഡ് ആണ്. മാത്രമല്ല, ഈ നെഗറ്റീവ് ഇമോഷൻസിന് ഏത് ഇമോഷൻ ആയാലും അതിനൊരു എനർജി ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, നമ്മുടെ ഓരോ തോട്ട്സിനും കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിന് എന്തുണ്ട്? എനർജി ഫ്രീക്വൻസി ഉണ്ട്. ഇപ്പോൾ ഇപ്പം സാഡ്നെസ്, നമ്മൾ സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി എന്താവും? ഡൗൺ ആവും, അല്ലേ? അതിനെന്താ ഉള്ളത്? ഒരു ലോ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് ഈ ഒരു സാഡ്നെസ്സിനുള്ളത്. സങ്കടത്തിനുള്ളത് ലോ എനർജി ഫ്രീക്വൻസിയാണ്. എനർജി സൈക്കോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ എവ്രിതിങ് ഈസ് എനർജി. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതിലൊക്കെ പറയുന്നതാണ് എവ്രിതിങ് ഈസ് എനർജി. എല്ലാം എനർജിയാണ്. നമ്മൾ എനർജിയാണ്. നമുക്കൊരു എനർജി ബോഡി ഉണ്ട്. അതുപോലെ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും, ജീവനുള്ളവയ്ക്കും ഇല്ലാത്തവയ്ക്കും ഒരു എനർജി വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കത് കാണുന്നില്ല, അല്ലേ? പക്ഷെ എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വൈഫൈ, അല്ലേ? നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്നവരാണ്, ലാപ്പ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം എന്താണ് വൈഫൈ? ഈ ഒരു നെറ്റ് കണക്ഷൻ നമ്മൾ കാണുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ അതിൽ? ഒരിക്കലുമില്ല, നമ്മൾ കാണുന്നില്ല, അല്ലേ? കാണുന്നുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് എല്ലാവരും, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അല്ലെ അതൊരു രസമല്ല. നിങ്ങളും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ അതൊന്നും കൂടെ ആക്റ്റീവ് ആക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്താണ്, വൈഫൈ കാണാൻ പറ്റാറുണ്ടോ? വൈഫൈ എനർജി കാണാറുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, നമ്മൾ കാണുന്നില്ല. പക്ഷെ എന്താണ്, നമ്മളത് വിശ്വസിക്കുന്നത് ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലെ? യെസ്. വിശ്വസിക്കാറില്ലേ? അതുപോലെ റേഡിയോ ആ ഒരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്താൽ മാത്രമേ നമുക്ക് അത് അവൈലബിൾ ആവുള്ളൂ. ആ ഒരു ഇപ്പം നമ്മൾ സോങ് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് സ്റ്റേഷൻ, അല്ലേ, നമ്മൾ ട്യൂൺ ചെയ്യും. അപ്പം ആ ഒരു വൈബ്രേഷനിൽ എത്തുമ്പോഴാണ് നമുക്കത് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പം പക്ഷേ ആ ഒരു വൈബ്രേഷൻ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ?
ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്, നമ്മുടെ ഇമോഷൻസിന് ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ട്. അതുപോലെ നമ്മുടെ തോട്ട്സിന്, അതുപോലെ നമുക്ക് നമ്മുടെ ബോഡിക്ക് എല്ലാത്തിനും ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ട് എന്നുള്ളതാണ്. അപ്പം നമുക്കത് പക്ഷെ ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട് അല്ലേ? ഈ എനർജി വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാറുണ്ട്. നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്താണ്, നമ്മുടെ എനർജി ഹൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി. ഓക്കെ, നമുക്ക് ഒരു 1 lakh നമ്മുടെ കയ്യിലേക്ക് വന്നു. നമുക്ക് എന്തായിരിക്കും, നമ്മുടെ ഇമോഷൻ എന്താണ്? സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മുടെ എനർജി ഹൈ ആവും അല്ലേ? നമ്മൾ ഹാപ്പി ആയി, നമുക്ക് എല്ലാ പല പല കാര്യങ്ങളും ചെയ്യാൻ തോന്നും, നല്ല എനർജി ഫീൽ ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരോടൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും അല്ലേ? അതായത് നേരെ എതിര് ചിന്തിച്ചു കഴിഞ്ഞാലോ, നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഒരു 1 lakh നമ്മൾ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എന്തായിരിക്കും നമ്മുടെ എനർജി, നമ്മുടെ ഇമോഷൻ ഡൗൺ ആവും. എന്തായിരിക്കും? സാഡ്നെസ് ആവും, വെറുപ്പുണ്ടാവും, ദേഷ്യം ഉണ്ടാവും. അതിൽ നെഗറ്റീവ് ഇമോഷൻസ് വന്നിട്ട് നമ്മുടെ എനർജി എന്താവും? ഡൗൺ ആയിപ്പോവും. അപ്പൊ ആ ഇമോഷൻസിലുള്ള എനർജിയാണ് നമ്മളെ ബാധിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് എന്താണ്, നമ്മുടെ തോട്ട്സ് എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ എന്താണ്, അത് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഇനി എനർജിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, വിശദമായിട്ട് പറയുകയാണെങ്കിൽ, എനർജിക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരു അട്രാക്റ്റിംഗ് പവർ ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ തോട്ട്സിന് ഒരു അട്രാക്റ്റിംഗ് പവർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സിനെ ചേഞ്ച് ചെയ്താൽ മതി എന്നുള്ളത്. നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ഇത് കണക്റ്റ് ആക്കുമ്പോൾ നമ്മുടെ തോട്ട്സിന് ഒരു അട്രാക്റ്റീവ് പവർ ഉണ്ട്. നമ്മുടെ തോട്ട്സിന് എനർജി പവർ ഉണ്ട്. ഈ എനർജി, അതിന് മാച്ച് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മുടെ തോട്ട്സിന് എനർജി വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവും. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആവുന്നു. അപ്പോൾ ആ ഒരു എനർജി ഫ്രീക്വൻസി ഉണ്ടെന്ന് മനസ്സിലായല്ലോ. ആ ഒരു എനർജി ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷണൽ ഫ്രീക്വൻസിക്ക് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ തോട്ട്സ് എന്ത് ചെയ്യുക? അട്രാക്റ്റ് ചെയ്യുക. ലോ എനർജി ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഹൈ എനർജി ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യില്ല. അതിന് മാച്ച് ആയിട്ടുള്ള മാത്രമാണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ എന്താണ്? ഹൈ എനർജി ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളാണ് അല്ലേ? പണം, പിന്നെന്താണ്? നല്ല ജോലി, വീട്, വാഹനങ്ങൾ, കാറ് അല്ലേ? അങ്ങനെ ഒരുപാട് ഹൈ ഫ്രീക്വൻസി. അതിനെല്ലാം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാത്തിനും ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഉള്ളത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, കൂടുതലാണ്. ഇപ്പം എനർജി ചാർട്ടിൽ പറയുന്നത് എന്താണ്? നമ്മൾ 200-ന് താഴെ നമ്മുടെ എനർജി ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ മീൻസ് നമ്മുടെ ഇമോഷൻസ് എപ്പോഴും സങ്കടവും വിഷമവും മീൻസ് എന്താണ്, വെറുപ്പും ദേഷ്യവും അഹങ്കാരവും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, നിരാശയൊക്കെ ആണെങ്കിൽ, അതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ലൈഫിൽ അല്ലെ? പല കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഒന്ന് സക്സസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. കുറച്ച് പണം, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ട കാര്യങ്ങളാണ് പണം അല്ലേ? നമ്മൾ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി ലൈഫിന് വേണ്ടിയിട്ട്. നമ്മുടെ ഓരോ നീഡ്സും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പണം വേണം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു, പല കാര്യങ്ങൾ ചെയ്ത് നോക്കുന്നു, എന്നിട്ടും നമ്മൾ അതിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ റീസൺ എന്താണ്? അതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. നമ്മുടെ എനർജി ഫ്രീക്വൻസി എന്താണ്? ലോ ആണെന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിൽ, നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തേ, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉള്ള വികാരങ്ങൾ എന്താണ്? നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് നിങ്ങളുടെ സ്ട്രഗിളിങ്സിന്റെ കാരണം എന്നുള്ളത്. കൂടുതൽ നിങ്ങൾ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഇമോഷൻ എന്താണ്? ഞാൻ വിജയിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയുള്ള സങ്കടകരമായ ചിന്തകളാണോ അധിക സമയത്തും നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കാറുള്ളത്?
ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ, എല്ലാവരും ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. അല്ലെ, ഒന്ന് ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. അതെ അതെ. നമ്മുടെ EFT കോഴ്സ് കഴിഞ്ഞവർ ഇപ്പൊ ആ ഒരു ഷിഫ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിന്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? യെസ്. പോസിറ്റീവിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ. ഉണ്ട് മാം, നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം. നമുക്കിപ്പോൾ നെഗറ്റീവായ തോട്ട്സ് വരുന്നില്ല. നമുക്കറിയാം നമ്മളിത് ചിന്തിക്കുമ്പം നമ്മൾ അത് കൂടുതൽ നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുന്ന എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. അതൊന്നുമല്ല, എല്ലാം ശരിയാവും. ഓക്കെ എല്ലാം പോസിറ്റീവാണ്. നമ്മൾ വെറുതെ ചിന്തിച്ചൊന്ന് ചിരിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീലിങ്സിലേക്ക് മാറുന്നുണ്ട്. അതെ, നമുക്ക് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും നെഗറ്റീവ് തോട്ട്സും പോസിറ്റീവ് തോട്ട്സും എങ്ങനെയാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലേ, നമ്മുടെ എനർജി ലെവലിലൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലൈഫിൽ കാര്യങ്ങൾ ഇപ്പം ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞു 60,000 മുതൽ 80,000 ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത്. അതിൽ 80% എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, എന്ത് എനർജി വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലാണോ നമ്മളുള്ളത്, അതിന് മാച്ച് ആയിട്ടുള്ള കാര്യം നമ്മളിലേക്ക് വരും. ഇത് നെഗറ്റീവ് ആയാലും ശരി, പോസിറ്റീവ് ആയാലും ശരി, നമ്മുടെ ബ്രെയിനിനോ അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനോ ശരിയും തെറ്റും അല്ലെങ്കിൽ എന്താണ് വേണ്ടത് വേണ്ടാത്തത് എന്നുള്ള ചിന്തിക്കാനുള്ള ഒരു അനലിറ്റിക്കൽ പവറോ ഒന്നും നമ്മുടെ ബുദ്ധിയോ ഒന്നും നമ്മുടെ ബ്രെയിനിനും ഒന്നും ഇല്ല. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നമ്മളിലേക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പം ഒരുപാട് നെഗറ്റീവ് തോട്ട്സിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എനിക്ക് പ്രശ്നങ്ങളാണ്, നമ്മുടെ എൻ്റെ ഫാമിലി ലൈഫ് ബെറ്റർ അല്ല, എന്നാരും മനസ്സിലാക്കുന്നില്ല, എന്നാരും സ്നേഹിക്കുന്നില്ല, എന്നാരും പരിഗണിക്കുന്നില്ല, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, എനിക്കൊന്നിനും കഴിയില്ല, എൻ്റെ വിധിയാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇത് തന്നെയായിരിക്കും നമ്മുടെ റിയാലിറ്റിയായി മാറുന്നത്. 80% എന്താണോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമ്മൾ നമ്മുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളതല്ലേ ചെയ്യേണ്ടത്? നമ്മൾ ഈ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. നമ്മുടെ മനസ്സാണെല്ലാം, നമ്മുടെ തോട്ട്സ് ആണ്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലേ തോട്ട്സ്, നമ്മുടെ തോട്ട്സ് ആണെല്ലാം. ഇത് നമ്മൾ അറിഞ്ഞ് ഫസ്റ്റ് ടൈം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ആ ഒരു തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഒരു സ്കില്ല് നമ്മൾ പഠിച്ചെടുക്കണം, എന്നാൽ നമ്മുടെ ലൈഫ് ഈസി ആയിട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ സ്കില്ല് ഇതാണ്, നമ്മൾ എന്ത് ചിന്തിക്കണം, എന്ത് ചിന്തിക്കരുത്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കരുത്. അതിനൊരു ഇമോഷൻ ഉണ്ട്, അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഇമോഷൻ ഉണ്ട്. ഈ ഇമോഷൻ നമ്മുടെ എനർജി ഡൗൺ ആക്കുന്നു, പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നു, ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നു, നമ്മുടെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഒരു ജോലി നമ്മളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ നമ്മൾ പറയാണ് എനിക്ക് കഴിയില്ല, ഒരു നെഗറ്റീവ് തോട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് ആ ഒരു ഫിയറൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് എനിക്ക് കഴിയില്ല, എനിക്ക് പേടിയാണ്. പക്ഷെ അതിന് പകരം നമ്മൾ അവിടെ അത് ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നതിന് പകരം നമ്മൾ അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള തോട്ടിലേക്ക് പോവുകയാണ്. ഐ വിൽ ട്രൈ, ഐ ക്യാൻ ലേൺ, എനിക്ക് പഠിക്കാൻ പറ്റും, ഞാൻ പഠിച്ചുകൊണ്ട് അതെനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള തോട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഹൈ ആവും. എന്താണ് നമ്മൾ ആ ഒരു കാര്യം ഏറ്റെടുക്കും, അത് നമ്മൾ പഠിക്കും, ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ഏർണിങ്സ്, ഒരു ജോലിയാണ് അല്ലേ, ആ ജോലി ചെയ്ത് ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ, നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള ഏർണിങ്സ് വരും. നമുക്ക് ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ ആ ഒരു ആദ്യം നെഗറ്റീവായിട്ടായിരുന്നെങ്കിലോ തിങ്ക് ചെയ്തിരുന്നത്, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് കഴിഞ്ഞു. പിന്നെന്താണ് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ കളയുമ്പോൾ, നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തുമ്പോൾ പിന്നെ നമ്മുടെ ലൈഫിൽ എവിടുന്നാ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റുക? ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ, ഇപ്പം പണം വരുന്നില്ല എന്നുള്ള വിഷമത്തോടു കൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വരില്ല. കാരണം നമ്മുടെ എനർജിയും പണത്തിൻ്റെ എനർജിയായിട്ട് മാച്ച് ആവില്ല. നമ്മളവിടെ
ഇരുന്നുകൊണ്ടിരിക്കും. അതുപോലെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എനർജി വേണം, അല്ലേ? നമ്മൾ ആക്റ്റീവ് ആവണം, നമ്മുടെ മൈൻഡ് കാം ആവണം, എന്തെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പോസിറ്റീവായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മളൊരു ഡേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മോർണിംഗിൽ തന്നെ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ദിവസം പോയി. അങ്ങനെ ഓരോ ദിവസവും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ എന്തൊരു ലൈഫാണ് എൻ്റെ ലൈഫ്, എന്താണ്, ഇവിടുന്ന് രക്ഷപ്പെടാനാ, അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ദിവസം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി നമുക്ക് ഉണ്ടാവുമോ? നെവർ. ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ ആ ഡേയും അങ്ങനെ കഴിഞ്ഞു പോകും, നെക്സ്റ്റ് ഡേയും. അപ്പം അതിന് പകരം ഐ ക്യാൻ ഐ ക്യാൻ ലേൺ, ഐ ക്യാൻ അച്ചീവ്, ഇങ്ങനെയുള്ള നമ്മളിപ്പോൾ മെഡിറ്റേഷനിലൊക്കെ എന്താണ് പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കും, അല്ലേ? എന്താണ്? അതൊക്കെ നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്, അല്ലേ? ജേർണലിങ്, ഗ്രേറ്റ്ഫുൾ ആവാം. ഇതൊക്കെ എന്താണ്? നമ്മുടെ എനർജി ഹൈ ആക്കാനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ എനർജി ഹൈ ആവുമ്പോഴാണ് നമുക്ക് ആക്റ്റീവ് ആവാനും എനർജറ്റിക് ആവാനും, നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക്, എല്ലാവർക്കും നല്ല പൊട്ടൻഷ്യലുള്ള ആളുകളാണ്, എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ്. ആരെയും കഴിവില്ലാത്തവരെന്ന രീതിയിൽ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സ്കില്ല് കണ്ടെത്തി അതിലേക്ക് നമ്മൾ ആക്ഷൻ എടുക്കുക, അതുപോലെ ആക്റ്റീവ് ആവുക, ഇതൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതിന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. അപ്പം ഇനി മുതൽ നെഗറ്റീവ് തോട്ട്സിനോട് നോ പറയണം. ആ ഒരു സ്കില്ല് നമ്മൾ എന്ത് ചെയ്യണം? ആർജിച്ചെടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ തോട്ട്സ് എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. തോട്ട്സ് എന്താണ്? ഞാൻ പറഞ്ഞു, തോട്ട്സ് ഇമോഷൻസ് ആവുന്നുണ്ട്, അല്ലേ? തോട്ട്സ്, ഓരോ തോട്ട്സിനും ഒരു ഇമോഷൻ കണക്റ്റഡ് ആണ്, അല്ലേ? റിലേറ്റ് ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ ബിഹേവിയർ ആയിട്ട് മാറാണ്. തോട്ട്സ് ക്രിയേറ്റ് ഇമോഷൻസ്. ഒരു ചിന്ത നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുമ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇമോഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഇമോഷൻസ് ഡ്രൈവ് ബിഹേവിയർ, നമ്മുടെ ഒരു ബിഹേവിയർ ആയിട്ട് മാറുന്നു. ബിഹേവിയർ ക്രിയേറ്റ്സ് റിസൾട്ട്സ്, റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. റിസൾട്ട്സ് ഷേപ്പ് ലൈഫ്. ഓക്കെ, നമ്മുടെ ചിന്ത എവിടെ എത്തി? നമ്മുടെ ലൈഫിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇമോഷൻ വരും. എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊക്കെ ഒരു ഭയമായിട്ടുള്ള ഇമോഷൻ, അല്ലേ? അതിലുണ്ടാവും. ആ ഒരു ഇമോഷൻ ഭയമായിരിക്കും. ഇതെന്താണ്? നമ്മൾ ശ്രമിക്കാതെ ഒരു ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകും. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇത് പറഞ്ഞ പോലെ തന്നെ ശ്രമിക്കാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ വരും. ഇതെന്താണ്? ശ്രമിക്കാതിരിക്കുമ്പോൾ അതിന്റെ റിസൾട്ട് എന്താണ്? പരാജയമാണ്, അല്ലേ? നമുക്ക് പരാജയമായിരിക്കും. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നവരാകുമ്പോൾ പരാജയമാണ്. ഇത് നമ്മുടെ ഈ റിസൾട്ട് എന്താണ്? നമ്മുടെ ലൈഫ് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുപോകും. അപ്പം അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? എനിക്ക് കഴിയും, ഞാൻ ചെയ്യും എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇമോഷൻ എന്തായിരിക്കും? ഒരു എനർജി, അല്ലേ? ഒരു ഹാപ്പിനെസ്, ഐ ക്യാൻ, ആ ഒരു ഒരു പ്രൗഡ് നമുക്ക് ഫീൽ ചെയ്യും, അല്ലേ? നമ്മളോട് തന്നെ ഒരു പ്രൗഡ്, ഒരു അഭിമാനം. ഓക്കെ, അതൊരു ബിഹേവിയർ ആയിട്ട് മാറും. അത് ആക്ഷൻസ് വരും. പല കാര്യങ്ങളും നമ്മൾ ചെയ്യും, പല കാര്യങ്ങളും, പുതിയ കാര്യങ്ങൾ ചെയ്യും. നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനുള്ള പുതിയ പല കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലേ? നേരത്തെ എണീറ്റ് മെഡിറ്റേഷൻ, ഇതൊക്കെ നമ്മുടെ എനർജി ഹൈ ആക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്നു, ഈ സെഷനുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു.
ഇതെല്ലാം എന്താണ് നിങ്ങളുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിന്റെ പിൻബലത്തിലാണ്. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം, എനിക്ക് എൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യണം എന്ന തോട്ടിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആക്ഷൻസ് ആണ് അല്ലേ. അപ്പൊ നിങ്ങളുടെ ഒരു ബിഹേവിയർ ആയിട്ട് ഇത് മാറുന്നു, നിങ്ങളൊരു നല്ല മനുഷ്യനായിട്ട് മാറുന്നു, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നു. ഇതെന്ത് റിസൾട്ടാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ എല്ലാ ഏരിയാസിലും ഇത് എഫക്റ്റ് ചെയ്യും അല്ലേ. നിങ്ങൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ എനർജി ഹൈ ആവുന്നു, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് റിലീസ് ആവുന്നു, നെഗറ്റീവ് ഇമോഷൻസ് റിലീസ് ആവുന്നു. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനും നല്ല കോൺഫിഡൻസ് കിട്ടുന്നു അല്ലേ. ഇത് നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുന്ന റിസൾട്ട്. പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ട്സ് എന്താണ്, നിങ്ങളുടെ ലൈഫിനെ ഷേപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സക്സസ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കും. ഇമ്പാക്റ്റ് ഓഫ് നെഗറ്റീവ് തിങ്കിങ്. നിങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന അതിലൊരു സ്വാധീനം എന്താണ്? എന്താണ് നെഗറ്റീവ് തിങ്കിങ് ലീഡ്സ് ടു സ്ട്രെസ്സിലേക്ക് നയിക്കും അല്ലേ. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആരും സന്തോഷവാന്മാരായി നിന്ന് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അല്ലേ. എനിക്ക് പരാജയമാണ്, എനിക്ക് പണമില്ല, എനിക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ എന്നെ ആരും, നേരത്തെ പറഞ്ഞു, എന്നെ ആരും പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല, അതുപോലെ ഒരുപാട് വിഷമങ്ങളിലൂടെ, ആരോഗ്യമില്ല, ഇങ്ങനെയുള്ള ഒരുപാട്, ഞാൻ എന്ത് ചെയ്താലും അത് സക്സസ്സിലേക്ക് എത്തുന്നില്ല, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ് അവിടെ ഉണ്ടാവും അല്ലേ. ഫിയർ ഉണ്ടാവും, ഭയം, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫിയർ ഓഫ് ഫെയിലിയർ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പേടിയായിരിക്കും. നമ്മളങ്ങ് ഇൻട്രോവേർട്ടായി പോകും അല്ലേ. മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി 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 നിന്ന് നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഫിയർ ഉള്ളവരായിട്ട് മാറും. അതുപോലെ സെൽഫ് ഡൗട്ട്. നല്ല കഴിവുള്ള ആളുകളായിരിക്കും, നല്ല പൊട്ടൻഷ്യൽ ഉണ്ടാവും അവരുടെ ഉള്ളിൽ, ബട്ട് എന്താണ്, എനിക്ക് കഴിയില്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അവരെന്താണ്, അവരെ തന്നെ ഇകഴ്ത്തി അവരെ തന്നെ പരാജയത്തിലേക്ക് നയിക്കും. അപ്പൊ അതിന് പകരം എന്താണ്, എനിക്ക് കഴിയും, ഞാൻ ചെയ്യും, ഞാൻ ശ്രമിക്കും, എന്നിട്ട് ആ ഒരു ആക്ഷനിലേക്ക് പോകുമ്പോൾ അവർക്ക് ആ ഒരു പൊട്ടൻഷ്യൽ പുറത്തെടുക്കാനും അവർക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താനും സാധിക്കും. ഏതൊരു മനുഷ്യനും അല്ലെ, സക്സസ് അവരുടെ ഒരു ഡ്രീമാണ്. എല്ലാവർക്കും നല്ലൊരു ലൈഫല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതിനുള്ള പൊട്ടൻഷ്യൽ എല്ലാവരിലും ഉണ്ട്. അപ്പം നമ്മൾ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ടയേർഡ് ആയിട്ടുള്ള സമയത്ത് ഐ ആം എനർജറ്റിക്, ഐ ആം കോൺഫിഡൻറ്റ്, ഐ ക്യാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. പോസിറ്റീവ് അഫർമേഷൻസിന്റെ പവർ എത്രയാണെന്നുള്ളത്. ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ അല്ലെ, നമ്മൾ വേർഡ്സ് ആയിട്ടും ഒക്കെ അല്ലേ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു തോട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ എനർജിയിൽ ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഓരോ തോട്ടിനും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ ലോ കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് കുറയുന്നു. നെഗറ്റീവ് തിങ്കിങ്ങിന്റെ നെക്സ്റ്റ് ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ കോൺഫിഡൻസ് കുറയുക എന്നുള്ളത് അല്ലെ. നമ്മളെല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ്, പക്ഷെ നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല, നമുക്കിതൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ തിങ്കിങ്ങിന്റെ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ തിങ്കിങ് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നൊന്നും നമ്മൾ അവെയർ അല്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളത്. ഇറ്റ്സ് ഓക്കെ, ഇതുവരെയുള്ള ലൈഫ് പാസ്റ്റ് ഈസ് പാസ്റ്റ്, ബട്ട് നൗ വി ക്യാൻ സ്റ്റാർട്ട്. നമുക്ക് ഈ ഒരു നിമിഷം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ നിമിഷം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിനെ സക്സസ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. പാസ്റ്റിനെ കുറിച്ച് ഞാൻ ഇതുവരെ ഇങ്ങനെ ചിന്തിച്ചല്ലോ, പോയല്ലോ, അങ്ങനെ ചിന്തിച്ച് അത് നെക്സ്റ്റ് ഒരു നെഗറ്റീവ് തിങ്കിങ് ആണ്, അതിലേക്ക് പോകരുത്. ഈ ഒരു നിമിഷം മുതൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു നിമിഷം മുതൽ ഞാൻ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഹെൽത്ത് ഇഷ്യൂസ്. നമ്മുടെ ഈ നെഗറ്റീവ് തിങ്കിങ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. ഈ ഇമോഷൻസ് തന്നെയാണ് അവിടെയും പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ്, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ ബോഡിയിൽ, അത് നമ്മുടെ ബോഡിക്ക് നല്ലതാണ്. എന്നാൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഹോർമോൺസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്, അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ ബോഡിയിൽ കിടന്ന് ടോക്സിൻസ് ആവുകയാണ്. ഇതാണ് നമുക്ക് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവുമോ, നമ്മളെപ്പോഴും ഡൗൺ ആണ്,
നമ്മളെപ്പോഴും ദേഷ്യത്തിലാണ്, അല്ലെങ്കിൽ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. ഈ സമയത്ത് നമ്മുടെ ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് നമ്മൾ എങ്ങനെ പെരുമാറാം? ഹാപ്പി ആയിട്ട് പെരുമാറാൻ പറ്റാറുണ്ടോ? ഉണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഇടയ്ക്കൊന്ന് ടെക്സ്റ്റ് ചെയ്യണേ. ഞാൻ മാത്രം സംസാരിക്കുമ്പോൾ അല്ലേ, അതിനേക്കാൾ ബെറ്റർ ആണ് നിങ്ങളും കൂടെ ഒന്ന് എൻഗേജ്ഡ് ആവും. ഇല്ല, പറ്റാറില്ല. പറ്റാറില്ല അല്ലെ? നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നമ്മുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്താണ്, എനർജി ഡൗൺ ആണ്, സങ്കടമായിരിക്കും, നമ്മുടെ സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് അവർക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകാൻ കഴിയില്ല. അവരോട് ഹാപ്പി ആയിട്ട് ഇരിക്കാനോ ഒന്ന് ചിരിക്കാൻ പോലും കഴിയില്ല അല്ലെ? നെഗറ്റീവായിട്ട് തോട്ട്സിലൂടെ കടന്നു പോകും, നെഗറ്റീവ് ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ്. നമ്മുടെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ എന്തിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. ഇങ്ങനെയുള്ള നിരന്തരം ചിന്തകളാണ് നമ്മുടെ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോലും നയിക്കുന്നത്, ഡിപ്രഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് അല്ലേ? അതുപോലെ സ്റ്റക്ക് ലൈഫ് സ്റ്റക്കായിട്ടുള്ള ഒരു എനർജി ബ്ലോക്ക് വരും നമ്മുടെ ലൈഫിൽ. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മൾ തന്നെ അവിടെയും സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, റിയാലിറ്റി അതാണ്, പുറത്ത് സംഭവിക്കുന്നത് അതാണ് അല്ലേ? പുറത്ത് സംഭവിക്കുന്നത് മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഡൗൺ ആവുന്നത്, നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യണ്ടേ? ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നേരത്തെ നിങ്ങൾ ചിന്തിച്ച തോട്ട്സിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് റിയാലിറ്റിയാണ്, ഇതാണ് സത്യം. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ നമ്മുടെ തോട്ട്സിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ എനർജി ലെവല് നമ്മൾ ഹൈ ആക്കിയിട്ടില്ലെങ്കിൽ ഇനിയും നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾ നോക്കി അല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് സൊല്യൂഷൻസ് നോക്കി, പക്ഷെ എന്താണ്, ഒരു റിസൾട്ട് ഉണ്ടായിട്ടില്ല, പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ എവിടെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്. അത് വൺസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ പവർ ഓഫ് കോൺഷ്യസ് ഓർ പോസിറ്റീവ് തിങ്കിങ്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക കോൺഷ്യസ്ലി അല്ലേ? നമ്മൾ ബോധപൂർവം പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിന്റെ ഒരു പവർ എന്താണ്? വെൻ തോട്ട്സ് ചേഞ്ച്, ബ്രെയിൻ റീവയേഴ്സ്. നമ്മുടെ തോട്ട്സ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും? റീവയർ ചെയ്യാൻ പറ്റും. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രെയിനിന് ഒരു സ്വഭാവമുണ്ട്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമുക്ക് ഏത് രീതിയിലേക്കും അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് കടന്നു പോയിട്ട് ആ ഒരു പാറ്റേൺ നമുക്ക് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. എന്തിനെക്കുറിച്ചും നെഗറ്റീവായിട്ട് കാണാൻ പറ്റുള്ളൂ, എന്തിനെക്കുറിച്ചും നമുക്ക് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താണ്, എനിക്കിനി പോസിറ്റീവ് ആവാൻ പറ്റുമോ? ചിലപ്പോൾ നിങ്ങൾ കോൺഷ്യസ്ലി പോസിറ്റീവ് ചിന്തിക്കുമ്പോൾ അവിടെ പോസിബിൾ ആയിരിക്കില്ല. ഓക്കെ, പക്ഷേ കണ്ടിന്യൂസ്ലി പ്രാക്ടീസിലൂടെ നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുറേ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ പറ്റും, പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ബ്രെയിൻ റീവയർ ചെയ്യപ്പെടും, ഇമോഷൻസ് ഷിഫ്റ്റ് ആവും. ഓക്കെ, നെഗറ്റീവ് ഇമോഷൻസിൽ നിന്നും പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ആവും. സങ്കടമുള്ളത് സന്തോഷമായിട്ട് മാറും, നിരാശയുള്ളത് പ്രതീക്ഷയായിട്ട് മാറും. ഓക്കെ, വെറുപ്പ് സ്നേഹമായിട്ട് മാറും. ഇങ്ങനെ ഇമോഷൻസ് ഷിഫ്റ്റ് ആവും എന്നുള്ളതാണ്. ഇവിടെ ഇമോഷൻസ് ഷിഫ്റ്റ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? എനർജി ചേഞ്ച് ആവും. നമ്മൾ നേരത്തെ സംസാരിച്ചത് നമ്മൾ അല്ലേ? ചെയ്യേണ്ടത് അല്പമെങ്കിലും ഒരു സ്വതക്ക എല്ലാ ദിവസവും നമ്മൾ ഓക്കെ, അപ്പോൾ എനർജി ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ എനർജി ലെവല് ചേഞ്ച് ആവുമ്പോൾ, നമ്മുടെ എനർജറ്റിക് ആവുമ്പോൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ഡേയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു പ്ലാനോട് കൂടി, നമ്മുടെ ഗോളിനെ കുറിച്ച് നല്ലൊരു പ്ലാനോട് കൂടി വൺ ബൈ വൺ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തു പോവാനായിട്ട് സാധിക്കും. ഇവിടെ എനർജി ഹൈ ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രൊക്രാസ്റ്റിനേഷനോ ലേസിനെസ്സോ ഒന്നും ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ലേസിനെസ്സും പ്രൊക്രാസ്റ്റിനേറ്റും ഒക്കെ ചെയ്യുന്നത്, ലേസി ആയിട്ട് ഇരിക്കുന്നതൊക്കെ എന്താണ്? നമ്മുടെ എനർജി ഡൗൺ ആയതുകൊണ്ടാണ്. അതിനൊരുപാട് ഇതുപോലെയുള്ള കാരണങ്ങളുണ്ട്. ഓക്കെ, അപ്പം എനർജി ചേഞ്ച് ആവും. പിന്നെ ചോയ്സസ് ഇംപ്രൂവ്. നമുക്ക് പല ചോയ്സസും ഉണ്ടാവും. ആദ്യം ഒരു ചോയ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്താണ്? എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ട് പറ്റില്ല
ഇത് മാത്രം. എന്നാൽ നമ്മൾ കോൺഷ്യസ്ലി നമ്മുടെ പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ടാവും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ലൈഫ് ഡയറക്ഷൻ ചേഞ്ചസ്, നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും എന്നുള്ളതാണ്. സക്സസ്സിലേക്ക് എത്തും, ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എങ്ങനെയാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സിനെ, അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, നമ്മുടെ ലൈഫിനെ എങ്ങനെ ഈ നെഗറ്റീവ് തോട്ട്സ് ബാധിക്കുന്നു, ഈ തോട്ട്സ് എങ്ങനെ നമുക്ക് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ നോക്കണ്ടേ അല്ലേ? അതിനൊരു സൊല്യൂഷനും കൂടെ വേണം. അപ്പം ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും പ്രയാസമൊക്കെ നമ്മൾ പഠിച്ചു, ഇതെങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പഠിച്ചു. അപ്പം എങ്ങനെ നമുക്ക് പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. നെഗറ്റീവ് തോട്ട്സ് ആർ നോർമൽ. ഓക്കെ, നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് നമ്മൾ ഈ നെഗറ്റീവ് തോട്ട്സിന് എന്താണ് ഒരു ഭയാശങ്കയോടെ കാണേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം അത് അക്സെപ്റ്റ് ചെയ്യാം. അതിന് നെഗറ്റീവ് തോട്ട്സ് ആർ നോർമൽ. നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത് നോർമലാണ്, സാധാരണ പോലെയുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. എവരി വൺ ഹാസ് നെഗറ്റീവ് തോട്ട്സ്. എല്ലാവർക്കും നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. അത് എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്ന്, ഫിയറിൽ നിന്ന്, കണ്ടീഷനിങ്ങിൽ നിന്ന്, ബിലീഫ്സിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഈ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മളതിൽ കുറ്റക്കാരല്ല. നമ്മുടെ പാസ്റ്റിലുള്ള കഴിഞ്ഞ കാലത്തുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അല്ലെ, ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലെ. അപ്പം ഈ ഒരു എക്സ്പീരിയൻസസിൽ നിന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം 0 to 15 ഇയേഴ്സിൽ നമ്മൾ അനുഭവിച്ച, നമ്മൾ കണ്ടിട്ടുള്ള, കേട്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രോഗ്രാമിംഗ് ആണ് പിന്നീട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 15 വയസ്സ് വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണോ സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ബിലീഫ് സിസ്റ്റം, ആ ഒരു തോട്ട്സ്, ഈ തോട്ട്സിന് എന്തുണ്ട്? നെഗറ്റീവ് ഒരു വൈബ്രേഷണൽ എനർജി ഫ്രീക്വൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് മാച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ് 15 വയസ്സിന് ശേഷം നമ്മുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നത്. നേരത്തെ പഠിച്ചു അട്രാക്റ്റിംഗ് പവർ ഉണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്ന്, അതുപോലെ ഫിയർ, ഭയത്തിൽ നിന്ന്, കണ്ടീഷനിങ്, ഒരുപാട് എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകും. കമ്പയറിങ്, കണ്ടീഷനിങ്, ബിലീഫ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഞാനിതിന് കുറ്റക്കാരിയല്ല, കുറ്റക്കാരനല്ല. ഇതെൻ്റെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നാണ്. ഇത് നോർമലാണ്. എല്ലാവർക്കും ഇതുപോലെ നെഗറ്റീവ് തോട്ട്സ് വരാറുണ്ട്. അപ്പം ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മാറ്റുന്നതിലേക്ക് കിടക്കാം. ഇതൊരു സ്ട്രെസ്സായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നോർമലാണ്. ഓക്കെ, ഡോണ്ട് ഫോഴ്സ് പോസിറ്റീവ് തിങ്കിങ് ഡയറക്റ്റ്ലി. എന്താണ്? നമ്മളൊരിക്കലും പോസിറ്റീവ് തിങ്കിങ് ഡയറക്റ്റ്ലി ഫോഴ്സ് ചെയ്യരുത്. ഓക്കെ, അതെന്താണ്? ഡയറക്ട്ലി റീപ്ലേസിങ് നെഗറ്റീവ് വിത്ത് പോസിറ്റീവ് ഓപ്പൺ ഫെയിൽസ്. നമ്മൾ പവർഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എനിക്ക് നെഗറ്റീവ് ചിന്ത വേണ്ട, എനിക്ക് പോസിറ്റീവ് മതി എന്ന് പറഞ്ഞ് നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല. അതവിടെ പരാജയപ്പെടുകയാണ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് ചെയ്യാതെ, നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഞാൻ പറയാം. ആ സ്റ്റെപ്സിലൂടെ നമുക്ക് ആ ഒരു പോസിറ്റീവിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം ഐ ആം യൂസ്ലെസ് എന്നുള്ളത്, നമ്മൾ ഐ ആം പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ ഐ ആം യൂസ്ലെസ് എന്നുള്ള തോട്ട് ഓൾറെഡി നമ്മുടെ ഉള്ളിലുണ്ട്. എന്നെ കൊണ്ടതിനും കഴിയില്ല, ഞാനൊരു യൂസ്ലെസ് ആണ് എന്നുള്ളൊരു തോട്ട് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനത് പെട്ടെന്ന് ഐ ആം പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ട് മൈൻഡ് അക്സെപ്റ്റ് ചെയ്യൂല അല്ലേ. അതൊരു അൺറിയലിസ്റ്റിക് തോട്ടാണ്. അപ്പം എന്താണ്? മൈൻഡ് എപ്പോഴും റിജക്റ്റ് ചെയ്യും, മൈൻഡ് അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സ്റ്റെപ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് 1 സ്റ്റെപ്പിലൂടെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്റ്റെപ്പ് 1 ആയിട്ട് വരുന്നത് അവെയർനെസ് ആണ്. നമ്മൾ അവെയർ ആവുക. നോട്ടീസ് ദ തോട്ട്, ഐ ആം ഹാവിംഗ് ദ തോട്ട് ദാറ്റ്. അവെയർനെസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ചേഞ്ച്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവെയർനെസ്സിലേക്ക് വരിക. ഈ ഒരു നെഗറ്റീവ് തോട്ട് എന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് സെപ്പറേറ്റ് തോട്ട് ഫ്രം ട്രൂത്ത്. തോട്ട് ഫാക്റ്റ് അല്ല, ഇറ്റ് ഈസ് മെന്റൽ പാറ്റേൺ, നോട്ട് റിയാലിറ്റി. ഈ തോട്ട് എന്ന് പറയുന്നത് ഒരു ഫാക്റ്റ് അല്ല, ഒരു സത്യമല്ല.
നമ്മുടെ ഉള്ളിൽ ഐ ആം യൂസ്ലെസ് എന്നുള്ളൊരു തോട്ട് ഉണ്ടെങ്കിൽ അതൊരിക്കലും സത്യമല്ല, അതല്ല ഫാക്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത്? നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഉള്ളിലേക്ക് എത്തിയിട്ടുള്ളത്. മീൻസ് ഇപ്പം നമ്മളോട് കുട്ടിക്കാലത്ത് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുകയാണ് നിന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല, നിന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നുള്ള നെഗറ്റീവായിട്ടുള്ള വേർഡ്സ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നാൽ നമ്മുടെ ഉള്ളിൽ വരുംല്ലേ, ഐ ആം യൂസ്ലെസ്, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ തോട്ട്സിൽ വരാറുണ്ട്, നമ്മൾ ബിലീഫായിട്ട് വരും. അപ്പം ഇത് നമ്മൾ പിടിച്ചു വെക്കും, മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ പിടിച്ചു വെക്കും. ഇങ്ങനെയാണ് നെഗറ്റീവ് തോട്ട്സ് നമ്മളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് ബിലീഫ്സ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കുട്ടി അതിന് പകരമായിട്ട് കേൾക്കുന്ന ഒരു വാക്ക്, ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്ന സമയത്ത് കുട്ടിയോട് പാരൻസ് പറയാണ് ഇറ്റ്സ് ഓക്കെ മോനെ, അത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, ഇറ്റ്സ് ഓക്കെ, നിനക്ക് കഴിയും, നിനക്ക് ചെയ്യാൻ പറ്റും, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ, നീ കേപ്പബിൾ ആണ്, നീ അടിപൊളിയാണ്, നീ പവർഫുൾ ആണെന്നൊക്കെ നമ്മൾ ആ കുട്ടിയോട് പറയുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഐ ക്യാൻ എന്നുള്ളൊരു ബിലീഫായിരിക്കും വരാം. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മളുടെ കഴിയില്ല, എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ അതൊരു ഫാക്റ്റ് അല്ല, അത് നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫ് മാത്രമാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആളുകൾ എന്താണോ നമുക്ക് നൽകിയിട്ടുള്ളത്, അവരുടെ അവയർനെസ്സും അവരുടെ നോളജും അനുസരിച്ചിട്ടാണ് അവർ നമ്മളെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ നോളജ് എത്രത്തോളം ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ അവയർനെസ് എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ബിലീഫ്സ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് സത്യമല്ല, യഥാർത്ഥമല്ല, റിയാലിറ്റി അല്ല, ഇതൊരു മെന്റൽ പാറ്റേൺ മാത്രമാണ്. ഇറ്റ് ഈസ് എ മെന്റൽ പാറ്റേൺ. നമ്മുടെ മൈൻഡ് പ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു പാറ്റേൺ മാത്രമാണ് ഇത്, ഒരു ബിലീഫ് മാത്രമാണ്. ഇത് സത്യമല്ല. ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? റീവയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു തോട്ടിനെ സെപ്പറേറ്റ് ചെയ്യാം. ഇത് സത്യമല്ല, ഇത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും, ഇതെനിക്ക് എൻ്റെ പാസ്റ്റിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് മാത്രമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നെഗറ്റീവ് തോട്ടിൽ നിന്നുള്ളത് ആ ഒരു അവയർനെസ്സിലേക്ക് വരിക. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഇതല്ല ശരി, ഇത് യാഥാർത്ഥ്യമല്ല, ഇതെൻ്റെ ഒരു ബിലീഫ് മാത്രമാണ് എന്നുള്ള റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കുക. പിന്നെ സോഫ്റ്റ്വെയർ തോട്ട് മൂവ് ഗ്രാജ്വലി. ഓക്കെ, നെഗറ്റീവ്, ന്യൂട്രൽ, സപ്പോർട്ടീവ്. ഇവിടെ നമ്മൾ നെഗറ്റീവായിട്ടുള്ള ഒരു തോട്ടിന്, ഫോർ എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ബിലീഫാണ് നമ്മുടെ ഉള്ളിലുള്ളത്, ഒരു നെഗറ്റീവ് തോട്ടാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂട്രലിലേക്ക് വരാം. ദിസ് ഇസ് ഡിഫിക്കൽട്ട്, ഇത് പ്രയാസമാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് വരാം. ഐ ക്യാൻ ട്രൈ, ഞാൻ ശ്രമിക്കാം. ഐ ക്യാൻ ഡു ദിസ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക? ദിസ് ഇസ് ഡിഫിക്കൽട്ട്, ഇത് പ്രയാസമാണ് എങ്കിലും ഐ ക്യാൻ ട്രൈ, ഞാൻ ശ്രമിക്കാം. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, ഒരു പോസിറ്റീവായിട്ടുള്ള നമുക്ക് ചെയ്യാനുള്ള ഒരു ഹോപ്പ് അവിടെ വരികയാണ്. എനിക്ക് ചെയ്യാൻ പറ്റും, നമ്മളതിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്, നമ്മളവിടെ ട്രൈ ചെയ്യുകയാണ്, ആക്ഷനിലേക്ക് വരികയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം ഇത് പ്രയാസമാണെങ്കിലും ഞാൻ ചെയ്ത് നോക്കാം, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം എന്താണ്, ഈ രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ രീതിയിൽ ഒരു ആദ്യം നെഗറ്റീവായിട്ടുള്ള തോട്ട് ന്യൂട്രലായിട്ട് പിന്നെ സപ്പോർട്ടീവായിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ നെഗറ്റീവ് തോട്ട്സിനെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്പ് 4 ആയിട്ട് വരുന്ന റിപ്പീറ്റേഷൻ. ഓക്കെ, ന്യൂ തോട്ട്സ് ബിക്കം സ്ട്രോങ്ങർ ത്രൂ റിപ്പീറ്റേഷൻ. നമ്മൾ ന്യൂ തോട്ട്സ് നമ്മൾ എന്താണ് സ്ട്രോങ്ങർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും 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 ആവർത്തിച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ അഫർമേഷൻസ് എഴുതാറില്ലേ? കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തവർക്ക് അറിയാം, അഫർമേഷൻസ് എഴുതാറുണ്ട് അല്ലേ? നമ്മുടെ ബിലീഫ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അഫർമേഷൻസ്. അത് 5 ടൈംസ് ഒക്കെയാണ് ഒരൊറ്റ അഫർമേഷൻ നമ്മൾ എഴുതാറുള്ളത്. 5 ടൈംസ് മിനിമം ആണ്, അതിലേറെയൊക്കെ 11 ഒരുപാട് പ്രാവശ്യം നമുക്ക് എഴുതാം. നമ്മുടെ ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എത്ര പ്രാവശ്യം നമ്മൾ എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതവിടെ റീപ്രോഗ്രാം ചെയ്യപ്പെടും, അതിന് ശക്തി കൂടും.
ഇതുപോലെ തന്നെയാണ് നെഗറ്റീവും. നെഗറ്റീവ് എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ, എനിക്ക് കഴിയില്ല, എനിക്കൊന്നിനും പറ്റില്ല, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ, എന്താ ഇങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താണ് അതവിടെ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് പോവുകയാണ്. ഇത്രയും ശക്തി കൂടി 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 വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് പോസിറ്റീവ് തോട്ട്സ്. അപ്പം നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയാം. ഓക്കെ, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് ന്യൂ തോട്ട്സ് അവിടെ സ്ട്രോങ്ങർ ആവും. അതുപോലെ ന്യൂറൽ പാത്വേസ് ചേഞ്ച് വിത്ത് പ്രാക്ടീസ്. നമ്മുടെ ന്യൂറൽ പാത്വേസ്, ബ്രെയിനിലുള്ള ന്യൂറൽ പാത്വേസ് എന്താണ് പ്രാക്ടീസിലൂടെ നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആവർത്തിച്ച് ഒരു കാര്യം തന്നെ ചിന്തിക്കുമ്പോൾ ഒരു ന്യൂറൽ പാത്വേസ് ആയിട്ട് അത് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, ഒരു പുല്ലുള്ള സ്ഥലത്തിലൂടെ നമ്മൾ സ്ഥിരമായിട്ട് നടന്നിട്ട് വഴി രൂപപ്പെടും അല്ലേ? അപ്പൊ രണ്ട് ഭാഗത്തും പുല്ലുണ്ടാവാം, സെൻട്രൽ വഴിയായിട്ട് അത് രൂപപ്പെടും. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആവർത്തിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ അവിടെ എന്താണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുണ്ട്. ഒരു ന്യൂറൽ പാത്വേ അതിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യാൻ പറ്റും? നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് നമ്മൾ പുതിയ തോട്ട്സ് കൊടുക്കുന്നതിലൂടെ ഇതിനെ നമുക്ക് ചേഞ്ച് ചെയ്ത് പുതിയൊരു പാത്വേ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രാക്ടീസിലൂടെയാണ് നമുക്കത് സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ സ്റ്റെപ്പ് 5 ആയിട്ട് ഇമോഷണൽ റിലീസ്. നമ്മുടെ ഈ നെഗറ്റീവ് തോട്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? EFT ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഈ ഇമോഷൻസിനെ റിലീസ് ചെയ്യിപ്പിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവിലേക്ക് നമുക്ക് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെഗറ്റീവ് തോട്ട്സ് ഹോൾഡ് ഇമോഷണൽ ചാർജ് അല്ലെ? നെഗറ്റീവ് തോട്ട്സിൽ ഇമോഷണൽ ചാർജ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. ഈ ഇമോഷൻസിന് ഒരു വൈബ്രേഷണൽ ഫ്രീക്വൻസി ഉണ്ട്. ഈ ഇമോഷണൽ ചാർജ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ഓരോ നെഗറ്റീവ് തോട്ടും. ഇത് നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഒന്നുകൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു നെഗറ്റീവ് തോട്ട്സിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. EFT reduces emotional intensity when emotion softens, thought shifts. ഈ ഒരു ഇമോഷൻസ് ഇപ്പം നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ പണമില്ല എന്നുള്ള വല്ലാത്തൊരു വേദന അല്ലേ? ഒരു നെഗറ്റീവ് തോട്ടാണ്. അപ്പോൾ അതിനൊരു ഇമോഷൻ ഉണ്ട് അല്ലേ? ഒരു സങ്കടം ഉണ്ടാവാം, ഒരു നിരാശ ഉണ്ടാവാം. ഇതൊക്കെ അതിൻ്റെ കൂടെ വരുന്ന ഒരു ഇമോഷനാണ് അല്ലേ? അപ്പോൾ ഈ ഇമോഷൻ നമുക്ക് റിലീസ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു തോട്ടിനെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പോസിറ്റീവിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ EFTയിലൂടെ നമ്മൾ ചെയ്യാറുള്ളത്, നമ്മൾ EFTയിൽ ടാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമോഷൻസിനെ നമുക്ക് റിലീസ് ചെയ്യിപ്പിക്കാനും നമ്മുടെ തോട്ട്സിനെ പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കും. നമ്മുടെ തോട്ട്സ് ഷിഫ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ റിയാലിറ്റിയിൽ ചേഞ്ചസ് വരും. എന്ത് തോട്ട്സ് ആണോ നമ്മൾ കൊടുത്തിട്ടുള്ളത്, ആ തോട്ട്സിലേക്ക് എന്താവും? നമ്മുടെ ലൈഫ് ആയിത്തീരും. ഇപ്പോൾ പണമുണ്ട് എന്നുള്ള തോട്ട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഈ ഒരു പണമില്ല എന്നുള്ള തോട്ട്സിൽ നിന്നും നമ്മൾ അഫർമേഷൻ പ്ലസ് EFT പ്രാക്ടീസ് ഇതിലൂടെയൊക്കെ നമ്മൾ പണമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പണം നമ്മളിലേക്ക് വരും. റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നവർ, എൻ്റെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട് എന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു തോട്ട്, നമ്മൾ ആ ഒരു സങ്കടവും ഫോർഗീവ്നെസ്സിലൂടെയും വിഷമവും, ഇപ്പം എന്നെ എൻ്റെ പാർട്ട്ണർ എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത്, ആ ഇമോഷൻസ് ഹീൽ ചെയ്ത് നമ്മൾ പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷനും തോട്ട്സൊക്കെ കൊടുക്കുമ്പോൾ ആ പാർട്ട്ണർ അവരോട് വളരെ ഹെൽത്തി ആയിട്ട് മിങ്കിൾ ചെയ്യുന്നു, പെരുമാറുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ കോഴ്സിലൂടെ കടന്നു പോയവർക്ക് അറിയാം, അതിൻ്റെ പറയുമ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. റിയാലിറ്റി ടേസ്റ്റ് ചെയ്തവരാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് തോട്ട്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി ചേഞ്ച് ആവും, നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ഒരു കോർ മെസ്സേജ് ആയിട്ട് വരുന്നത്, യുവർ മൈൻഡ് ഈസ് നോട്ട് ഫിക്സഡ്. നമ്മുടെ മൈൻഡ്, നമ്മുടെ തോട്ട്സ് ഫിക്സഡ് അല്ല. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ യുവർ തോട്ട്സ് ആർ നോട്ട് ഫാക്ട്സ്. ഒരിക്കലും സത്യമല്ല. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇപ്പം അത് എന്താണ്, കഴിയില്ല, മോശമാണ് എന്നുള്ളതൊന്നും ഫാക്ട്സ് അല്ല. അതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്നും വന്നിട്ടുള്ള ബിലീഫ്സ് ആണ്, തോട്ട്സ് ആണ്. ഓക്കെ, യു ക്യാൻ ചൂസ് ന്യൂ തോട്ട്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ന്യൂ തോട്ട്സിനെ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വെൻ യു ചേഞ്ച് തോട്ട്സ് കൺസിസ്റ്റൻ്റ്ലി, ലൈഫ് ട്രാൻസ്ഫോംസ്. നമ്മൾ എന്താണ്, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ തോട്ട്സിനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ EFT കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരൊക്കെയാണ് സെഷനിലിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ തോട്ട്സ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ തോട്ട്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ടൂള് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് 23rd നമ്മുടെ സ്കൈലർ ലേണിങ്സിൽ EFT ബാച്ച് വരുന്നുണ്ട്. ആ ബാച്ചിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, നമ്മുടെ തോട്ട്സ് തന്നെയാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ ഒരുപാട് ബാച്ചുകൾ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ ഈ ബാച്ചുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പുറത്തല്ല നമ്മുടെ പ്രശ്നം കിടക്കുന്നത്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ചിന്തകളിലാണ് നമ്മുടെ റിയൽ പ്രോബ്ലം കിടക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുക. അവിടെ ക്ലിയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 23rd നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പം റിലേഷൻഷിപ്പിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാവാം, വെൽത്ത് ബ്ലോക്ക് ഉള്ളവരാവാം, അല്ലെങ്കിൽ എന്താണ് ലേസിനെസ്, ഇപ്പം സെൽഫിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ആഗ്രഹിക്കുന്നവരുണ്ടാവും അല്ലേ? ഒന്നുകൂടെ പ്രൊഡക്റ്റീവ് ആവണം, ഒന്നുകൂടെ എനർജറ്റിക് ആവണം, അതാവാം. ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരാവാം. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് EFT ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ഏകദേശം തീരാറായി. എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ആൻസർ ചെയ്ത് തരും. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? എന്താണ്, ഒന്ന് ഷെയർ ചെയ്യൂ നിങ്ങളുടെ ഫീഡ്ബാക്ക്. അൽഹംദുലില്ലാ നിങ്ങളുടെ ക്ലാസ് എത്തിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കാൻ അതാ അനുഭവിച്ചിരിക്കാൻ തൗഫീഖ് തരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇന്നത്തെ റമദാനിലേക്ക് പഠിപ്പിക്കുന്നു. ആരോഗ്യത്തോടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകാനും പ്രാർത്ഥിക്കണം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ തോട്ട്സ് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓരോ നിമിഷവും നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് അത് നമ്മൾ അവെയർ ആവുക, പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക കേട്ടോ. അത് തന്നെയാണ് നമ്മുടെ റിയൽ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ഓക്കെ മാം, താങ്ക് യു. സൂപ്പർ സെഷൻ. കുറേ പുതിയ ചിന്ത കിട്ടി. നോമ്പിന് എല്ലാവർക്കും ഒരു എനർജി ആയിക്കോട്ടെ നമ്മളെ ഈ ഒരു ക്ലാസ്. ഓക്കെ, അതെ അതെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്, താങ്ക് യു. Okay, ma'am, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓ, Okay, thank you for the session, ma'am. വെൽക്കം വെൽക്കം. താങ്ക് യു ആൾ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.